ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബെസ്റ്റ് യൂട്യൂബ് ചാനൽസാണ് പറയുന്നത് ഫോർ 10th. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഓരോ സബ്ജക്റ്റിനും ഓരോ ചാനൽ, അതായത് ഞാൻ കണ്ട ചാനൽസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ സയൻസ് സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങാം. കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഞാൻ കണ്ടത് എജുപോർട്ടാണ്. കൂടുതലും ഞാൻ കണ്ടത് എജുപോർട്ടാണ്. എന്നാലും ഇടയ്ക്കൊക്കെ എക്സാമിനറും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലെനിക്ക് എജുപോർട്ട് നല്ല യൂസ്ഫുള്ളായി തോന്നി. കാരണം എനിക്ക് ഫസ്റ്റൊക്കെ കെമിസ്ട്രി ടഫായിരുന്നു. പിന്നെ എജുപോർട്ടിൽ ആ സാറ് എടുത്തേ പിന്നെ എനിക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു, കെമിസ്ട്രി നന്നായിട്ട്. പിന്നെയുള്ളത് ബയോളജിയാണ്. ബയോളജി ഞാൻ കണ്ടത് എക്സാമിനറും പിന്നെ എജുപോർട്ട് തന്നെയാണ്. ഇതിൽ എക്സാമിനറിൻ്റെ ക്ലാസ്സായിരുന്നു കൂടുതലും കണ്ടത്. എജുപോർട്ട് ഞാൻ കണ്ടിരുന്നു. പിന്നെയുള്ളത് ഫിസിക്സ് ഞാൻ കണ്ടത് എക്സാമിനറും പിന്നെ ക്യാപ്സ്യൂൾ സെഷൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഈ രണ്ട് ചാനലാണ് ഞാൻ കണ്ടത്. ഇതിൽ ക്യാപ്സ്യൂൾ സെഷൻ ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും മുമ്പ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെയായിരുന്നു ഞാൻ കണ്ടത്. ഇനി ലാംഗ്വേജ് സബ്ജക്ട്സ് പറയാം. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടത് ഗ്രാമറൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടത് സൈലവും ഓപ്പൺ ഔട്ട് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഈ രണ്ട് ചാനൽസാണ് ഞാൻ ഗ്രാമറിൻ്റെ കാര്യത്തിൽ കണ്ടത്. പിന്നെ ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കണ്ടത് ഈസി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഈ ചാനലായിരുന്നു ഞാൻ ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കണ്ടത്. എക്സാമിനർ ഇടയ്ക്കൊക്കെ കാണലുണ്ടായിരുന്നു. എന്നാലും കൂടുതലും ഞാൻ കണ്ടത് ഈ രണ്ട് ചാനൽസുമാണ്, അതായത് സൈലവും ഓപ്പൺ ഔട്ടുമാണ്. എക്സാമിനർ കണ്ടത് എക്സാം ടൈമിൽ മാത്രമായിരുന്നു. നെക്സ്റ്റ് ഹിന്ദിയുടെ കാര്യത്തിൽ ഞാൻ കണ്ടത് എക്സാമിനർ തന്നെയാണ്. എക്സാമിനറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹിന്ദി അത്യാവശ്യം മനസ്സിലാവുന്നൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേൾഡ് ഓഫ് മെഹനൂഫ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. ഈ ചാനലും ഞാൻ ഹിന്ദിയുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സൈലം ഹിന്ദീനെ പറ്റി എനിക്കങ്ങനെ അറിയില്ല. ഞാൻ ആ ചാനലും പിന്നെ എജുപോർട്ടിൻ്റെ ഹിന്ദിയും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് അധികം അറിയില്ല. നെക്സ്റ്റ് മലയാളമാണ്. മലയാളത്തിൻ്റെ കേസിൽ ഞാൻ ക്ലാസ്സസ് വളരെ കുറവാണെന്ന് കണ്ടത്. എന്നാലും എക്സാം ടൈമിൽ, അതായത് ഫൈനൽ എക്സാം, മോഡൽ എക്സാം ആ ടൈം ആകുമ്പോൾ ഞാൻ എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ടിരുന്നു. ആ ക്ലാസ് മാത്രമാണ് ഞാൻ മലയാളത്തിൽ കണ്ടത്. വേറെ ഒരു ചാനൽ ഞാൻ മലയാളത്തിന് റെഫർ ചെയ്തിട്ടില്ല ഇതുവരെയും. അപ്പോൾ ലാംഗ്വേജ് സബ്ജക്ട്സ് കഴിഞ്ഞു. ഇനി അടുത്തത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിൽ ഞാൻ അധികം ക്ലാസ്സസ് ഒന്നും കണ്ടിട്ടില്ല ഹിസ്റ്ററിയുടെ കേസിൽ. പിന്നെ ക്ലാസ്സസ് കണ്ടത് ജോഗ്രഫിക്കാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചാപ്റ്റർ പഠിക്കാനൊന്നും ആയിരിക്കില്ല. ഈ ഗ്രിഡ് റെഫറൻസിൻ്റെ കേസിലും പിന്നെ മാപ്പ് മാർക്കിംഗ് ഉണ്ട്. ആ മാപ്പ് മാർക്കിങ്ങിലും മാത്രമാണ് ഞാൻ ക്ലാസ് കണ്ടത്. അല്ലാണ്ട് സോഷ്യൽ വായിച്ചതന്നെയാണ് ഞാൻ പഠിച്ചത്. ക്ലാസ്സസ് കാണൽ വളരെ കുറവായിരുന്നു. കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോഷ്യലിനൊന്നും. നെക്സ്റ്റ് മാത്സ് ആണ്. മാത്സിന് ഞാൻ ഒരുപാട് ചാനൽസ് കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് മാത്സ് അത്യാവശ്യം വീക്കായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ചാനൽസ് നോക്കിയിട്ടുണ്ട്. ഈ നോക്കിയതിൽ എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നിയത് ഒന്ന് സൈലം, രണ്ടാമത്തത് സുഭാഷ് ഹൈസ്കൂൾ മാത്ത് എന്ന് പറഞ്ഞ ചാനലാണ്. ഈ രണ്ട് ചാനൽസുമാണ് ഞാൻ മാത്സിൻ്റെ കാര്യത്തിൽ കണ്ടത്. ഇതിൽ എക്സാമിനറിൻ്റെ ക്ലാസ്സും അടിപൊളിയാണ് അത്യാവശ്യം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളായി തോന്നിയത് സൈലാണ്. സൈലത്തിൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ അതുപോലെ തന്നെ വരാറുണ്ട്. ആ പാറ്റേണിൽ വരാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ചാനലാണ് ഞാൻ മാത്സിന് കണ്ടത്. പിന്നെ എജുപോർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അധികം അറിയുകയും ചെയ്യില്ല. മാത്സ് കഴിഞ്ഞു. അതിനുള്ളത് IT ആണ്. ITക്ക് ഞാൻ കണ്ടത് നൈസ് വേൾഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ചാനലാണ്. അതിലൊരുപാട് പ്രാക്ടിക്കൽ വീഡിയോസ് ഉണ്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. സ്കൂളിലെടുക്കുന്നത് ചിലത് മനസ്സിലാവാത്തപ്പോൾ IT ഞാൻ കൂടുതലും ഈ ചാനൽ തന്നെയാണ് കണ്ടത്, നൈസ് വേൾഡ് ഗ്രൂപ്പ്. അത് തിയറി അധികം ഞാൻ എക്സാമിനറായിരിക്കും കണ്ടത്. എക്സാമിനറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടുമായിരുന്നു ആ ടൈമിൽ, എക്സാം ടൈമിൽ. ഈ തിയറിക്ക് ഞാൻ കണ്ടത് എക്സാമിനറാണ്. ഈ രണ്ട് എക്സാമിനറും നൈസ് വേൾഡ് ഗ്രൂപ്പാണ് ഞാൻ ITൻ്റെ കാര്യത്തിൽ കണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ ചാനൽസും പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടത്. പിന്നെ ഇതല്ലാണ്ട് ഏഗൺ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ MS സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ചാനലുണ്ട്. ഇതിൽ ഏഗൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് അധികം അറിയില്ല. പിന്നെ MS സൊല്യൂഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ചാനലാണ്. എക്സാം ടൈമിലൊക്കെ ആകുമ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതായത് ലൈവൊക്കെ ആയിട്ട്. അത് നല്ല ചാനലാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ MS സൊല്യൂഷനും നല്ല ചാനൽ തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചാനലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടതും. വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും റിക്വസ്റ്റഡ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ബൈ.